ഹായ് ഫ്രണ്ട്സ്, അഴിമതിക്കെതിരായ പോരാട്ടം തുടരും. പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല. കാരണം ഇതിനു മുമ്പും ഇത്തരം പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓരോ ഇലക്ഷൻ സമയത്തും അദ്ദേഹം എന്ന് പറയും, വിദേശ ഇന്ത്യക്കാരുടെ എല്ലാം പണം തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കും, അതൊക്കെ നിങ്ങളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് ചേരും. ഇതുവരെ ഒന്നും വന്നു ചേർന്നേ അറിവില്ല. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയണേ, എൻ്റെ അറിവിലില്ല. അങ്ങനെ പലതും. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. എന്താ ഇലക്ട്രൽ ബോണ്ട്? 2018 ഇത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന കൊടുക്കുമ്പോൾ അത് ഇൻകം ടാക്സിൽ പെടുമായിരുന്നു. അതിന് പ്രത്യേകം കണക്കുകളൊക്കെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും 20,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക്. ഇലക്ട്രൽ ബോണ്ടിന് വരവോടുകൂടി അങ്ങനെ ഒരു കണക്കും ആവശ്യമില്ല. എത്ര കോടി വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും കൊടുക്കാം. സോഴ്സ് കാണിക്കേണ്ടതില്ല. SBIയിലേക്ക് ചെല്ലുക, കള്ളപ്പണോ വെള്ളപ്പണോ ഏതായാലും പ്രശ്നമില്ല. അവർ സോഴ്സ് ആവശ്യപ്പെടുന്നില്ല. ഈ പണം എവിടെ നിന്ന് വന്നുവെന്ന്. ബോണ്ട് വാങ്ങുക, രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുക, ബോണ്ട് കൈമാറുക, കാര്യം സാധിക്കുക. ഇതിൻ്റെ പേരാ അഴിമതി എന്ന് പറയുന്നത്. സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവ് ഒരേ ഒരാൾ തന്നെ വാങ്ങി 1368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. ഒരു SBI ഓഫീസറും ചോദിച്ചില്ല, എടാ മോനെ എവിടുന്ന ഈ കാശെല്ലാം കിട്ടിയതേ എന്ന്. സോഴ്സ് കാണിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ആ പണം ഉപയോഗിച്ച് ഓരോരോ അഴിമതികൾ നടത്തപ്പെട്ടു. അതേ നേരം ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു, EDയുടെയും മറ്റും. അവയെല്ലാം മരവിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്ത പലരുടെയും പേരിൽ ED കേസിൽ ഉണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സംഭാവന ചെയ്ത ഒട്ടുമുക്കാലും ആളുകളുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തപ്പെട്ടിരുന്നു. ED റെയ്ഡ് നടത്തുന്നു, ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നൽകപ്പെടുന്നു. ആ കേസുകളെല്ലാം മരവിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ പേര് അഴിമതി എന്നല്ല മറ്റെന്താണ് പറയേണ്ടത്? സാന്റിയാഗോ മാർട്ടിൻ, മേഘ എഞ്ചിനീയറിംഗ് വർക്ക്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ പേരിൽ ED കേസ് ഉണ്ടായിരുന്നു. ആ കേസുകളൊക്കെ മരവിപ്പിക്കപ്പെട്ടു. അങ്ങനെ കണക്കറ്റ പണം ഇതിൻ്റെ ഗുണഭോക്താക്കളായ BJP ഗവൺമെന്റിലേക്ക് എത്തിച്ചേർന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇലക്ഷന് മുമ്പ് 1000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് പുറത്തിറക്കാനായിരുന്നു ഗവൺമെൻറ് പദ്ധതി. പക്ഷേ ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കി. ഒന്നും വേണ്ട, സുപ്രീം കോടതി നിർത്തലാക്കി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത് നിയമവിരുദ്ധമാണ് എന്ന്. BJP ഗവൺമെൻറ് മാത്രമല്ല, കോൺഗ്രസും മറ്റു പല പാർട്ടികളും പണം കൈപ്പറ്റുകയുണ്ടായി. പക്ഷേ ഏറ്റവും അധികം പണം കൈപ്പറ്റിയത്, അതിലുപരി പണം കൈപ്പറ്റി അധികാര ദുർവിനിയോഗം ചെയ്തത് BJP ഗവൺമെന്റ് ആണ്. അതേ ഗവൺമെന്റ് തലവൻ പറയുന്നു, അഴിമതിക്കെതിരെ പോരാട്ടം തുടരും. ഈശ്വരോ രക്ഷതു കലിയുഗീ വൈഭവം.